ആരെയും ലേലത്തിൽ വാങ്ങിച്ചത്? വിളിച്ചെടുക്ക ആളില്ലേ? അമ്പ്രാഞ്ചി മീൻ വാങ്ങാനായിട്ട് ആളില്ല അന്ന് കേട്ടോ. ആനബ്രാലി എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ. ആനബ്രാലി അമ്പ്രാഞ്ചി എന്നൊക്കെ പറയുന്ന സാധനമാണ്. വലിച്ചുകൊണ്ട് പോവുകയാണ്. എവിടെ കൊണ്ടുപോകണമെന്നറിയില്ല. അറിയില്ല. എവിടെ കൊണ്ടാണ് സുഹാസ? വണ്ടി കയറ്റി വിടാനുണ്ട്. ഇപ്പൊ ലേലം പോയില്ലേ ഇത്? ഇത് ഞാൻ ഇന്നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാർക്ക് കാര്യങ്ങൾ അറിയാം. അമ്പ്രാഞ്ചി ആനബ്രാലി എന്നൊക്കെ പറയുന്ന സാധനമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ തിരണ്ടി എന്നൊക്കെ പറയുന്ന സാധനമാണ്. സൈസ് വലുതാകും തോറുമാണ് ചില മീനുകളുടെ പേരൊക്കെ മാറ്റി പറയുന്നത് കേട്ടോ. ഇത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ തിരണ്ടി തന്നെയാണ്. കണ്ണൻ തിരണ്ടി എന്നൊക്കെ പറയും കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഫെബ്രുവരി 14-ാം തീയതി ലേലത്തിൽ കൊടുക്കാനായിട്ട് വള്ളക്കാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ മീൻ ഇവിടെ വാങ്ങാനായിട്ട് ആളില്ല എന്ന് പറഞ്ഞിട്ട് ഇനി വേറൊരു വണ്ടി ഏതോ വരും. അപ്പോൾ ആ വണ്ടിയിൽ കയറ്റി വിടാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞതിലൊരു 100 kg മുകളിൽ വരും കേട്ടോ ഇത്. അപ്പോൾ ഇനിയും കുറേ കൂട്ടുകാർ പറയും വീഡിയോയിൽ അത്രയും തോന്നിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോയിൽ നമ്മുടെ കൂട്ടുകാർക്ക് കാണുന്ന ഈ ഒരു തിരണ്ടി മീനിൻ്റെ വെയിറ്റ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ 4-5 ആളുകളാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്നാണ്ട് അവിടെ നിന്നേ വലിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇത് കൂടെ. ഞാൻ വിചാരിച്ച ആരെങ്കിലും ലേലത്തിലെടുത്ത് കാണുമെന്ന്. പക്ഷേ ഇത് ലേലത്തിൽ പോയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെൽവദാസനാണ് അവരെ കൂടെ ഉള്ള ആൾക്കാരാണ് ഇത് വലിച്ചുകൊണ്ട് വന്നത്. ഞാൻ ചോദിച്ചോ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് ഇതിന് ഏതോ വണ്ടിക്കാർ വരാനുണ്ട്, ആ വണ്ടി കയറ്റി വിടും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ വന്നിട്ടായിരിക്കും ഇത് കേജിയും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണെന്ന് തോന്നുന്നത്. സൈസ് വലുതാകും തോറുമേ ചിലപ്പോൾ ഈ മീൻ എടുക്കാനായിട്ട് ആൾ കാണില്ല. അതാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെ ഏതെങ്കിലും വണ്ടി ഇവർ പറഞ്ഞ വണ്ടി വരുന്നവർ വെയിറ്റിംഗ് ആണ്. വണ്ടി വരികയാണെങ്കിൽ ഈ മീൻ അവർ കയറ്റി വിടും. കുമാറേ, ഏത് വെള്ളത്തിൽ? ആരെ വെള്ളത്തിൽ? പുഷ്പരാജൻ്റെ വെള്ളത്തിൽ വന്നതാണ്. നമ്മുടെ വിഴിഞ്ഞം പുഷ്പരാജൻ്റെ വെള്ളത്തിൽ വന്നതാണ്.